സാറേ നമ്മൾ ഈ കേസ് എഴുതിയ പറഞ്ഞ് പാടുപെടും. എന്താണ് അങ്ങനെ പറഞ്ഞു? സാറേ ഈ കേസ് എഴുതി ഇവിടെ നിന്ന് നമുക്കൊരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. നമ്മൾ തെളിയിച്ചിട്ടുള്ള കേസുകളിലാണെങ്കിൽ എന്തെങ്കിലും തെളിവ് കിട്ടും. ഇവിടെ നിന്ന് അതുപോലും ഇല്ല. ഈ കൊലപാതകം ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഓരോ ലൂപ്പ് ഹോൾസ് അടച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഇതൊരു സീരിയൽ കില്ലർ ചെയ്ത മർഡർ ആണെന്നാണോ? ആവാനും ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഇതിനു മുമ്പ് ഒരുപാട് കൊലകൾ ചെയ്തിട്ടു. സാർ ഈ കൊല നടന്ന സമയത്ത് അത് കണ്ട ഒരാളുണ്ട്. പുള്ളിയുടെ പേര് വിനോദം എന്നാണ്. എന്തായാലും വിളിക്ക്. സാറേ ഒരു 10-10:30 മണിയായി കാണും. ഞാൻ ഇതിലൂടെ വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. വീട്ടിലേക്ക് പോകേണ്ട, നീ എന്തിനാണ് ഈ പള്ളിക്കകത്തൂടെ പോയത്? കള്ളം പറഞ്ഞ് കാര്യം മടച്ചൊടിച്ചിട്ട് നിങ്ങളുടെ പോകാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അത് പിന്നെ സാറേ, ഈ പൊളിഞ്ഞ പള്ളിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ ചിലവന്മാർ വെള്ളം അടിച്ച് കിടക്കുന്നുണ്ടാവും. അവന്മാരിന്ന് പൈസ അടിച്ച് മാറ്റാറുണ്ട്. ഇതിൻ്റെ പേരിൽ കേസെടുക്കല്ലേ സാർ? സാറേ ഇവനിട്ട് 2 പൊട്ടിച്ച് ഇനി സത്യം പറയും. അതൊന്നും വേണ്ട, നീ കണ്ടെന്ന് പറ. സാറേ പൈസ എടുക്കാൻ ഞാൻ എന്നത്തെ പോലെ വരുമായിരുന്നു. അപ്പോഴാണ് ഒരുത്ത ആ ബോഡിയുടെ അടുത്ത് നടന്നു പറഞ്ഞാൽ ഞാൻ കണ്ടത്. നിനക്കവനെ മുമ്പേ അറിയാമോ? ഇവനെ കണ്ടിട്ടുണ്ടോ? അറിയാം സാർ, ഞാൻ അവന് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പം നിനക്ക് അറിയാം ധാരാ ചെയ്തെന്ന്. നീക്ക് കൂടെ അല്ലടാ ചെയ്തേ. സാറേ എൻ്റെ കൂട്ടുകാരനൊന്നുമല്ല അവൻ. അതെനിക്ക് എങ്ങനെ അറിയാൻ ചോദിച്ചാൽ അവൻ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം സാറേ. സാറേ അവനൊരു ഡ്രഗ് അഡിക്റ്റാണ്. ഈ ബോധമില്ലാതെ അവിടെ ഇവിടെ കറങ്ങി നടക്കലാണ് അവൻ്റെ പണി. കാർത്തികേ, ഇമ്മീഡിയറ്റ് ആയിട്ട് അവനെ ഇവിടെ എത്തിക്കണം. ആനന്ദല്ലേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്. സമയമുണ്ടോ? നീയാണത് ചെയ്തതെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്തിനു നീ ചെയ്യും? സാറേ, ഞാനിത് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല. ഞാനല്ല അത് ചെയ്തത്. എടാ നിന്നെ പോലെയുള്ള കുറേ എണ്ണത്തിനെ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കണേ. നീയാണിത് ചെയ്തിട്ടുള്ളതെന്ന് യവനറിയാം. അതെ സാറേ, ഞാൻ കണ്ടതാണ്. യവൻ തന്നെയാണ് കുത്തിയത്. ഇനി പറ, എന്തിനു നീ ചെയ്തു? ഞാനല്ല ഇത് ചെയ്തത്. എന്നെ ഒന്ന് വിശ്വസിക്കും. എടാ മോനെ, 24 മണിക്കൂറും പൊടിയും വലിച്ചിടക്കണ നിന്നെ നമ്മൾ എങ്ങനെയാടാ വിശ്വസിക്കാൻ? അങ്ങനെ വിശ്വസിച്ചേ പൊട്ടന്മാരെ പോലെ പോവാനേ നിന്റെ തന്തയല്ല നമ്മൾ. സാറേ, നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചോദ്യം ചെയ്താലും ഞാനല്ല ഇത് ചെയ്തത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറേ ഇവനാണെന്ന് കൺഫേം ആയല്ലോ. യവനെ കൊണ്ടിട്ട് 2 കൊടുത്ത ഇവ എല്ലാം പറയും. എങ്ങനെയാണ് കൊല നടത്തിയിട്ടുള്ളത് കില്ലറിന് മാത്രമേ അറിയൂ. പിന്നെ വിനോദ് എങ്ങനെയാണ് പറഞ്ഞത് അയാൾ കുട്ടിയാണ് കൊന്നതെന്ന്? അതെ സാറേ, ഞാൻ കണ്ടതാണ്. യവൻ തന്നെയാണ് കുത്തിയത്. ഒരു കില്ലറിന് മാത്രം അറിയുന്ന കാര്യം നിനക്കെങ്ങനെ അറിയാം? മരിച്ചയാൾ കുത്തേറ്റാണ് മരിച്ചതെന്ന് നമ്മളടുത്തും പുറത്ത് വിട്ടിട്ടില്ല. അല്ല, നിനക്ക് ഉത്തരവ് എങ്ങനെ അറിയാം? സാറേ, ഞാൻ മിണ്ടാതെന്നാൽ മതി. യവ എല്ലാ കുറ്റവും ഏറ്റെടുത്തോളെന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. സാറേ, എനിക്കൊരു സത്യം പറയണം. ഈ കൊല ചെയ്തത് ഞാനല്ല. എന്നെ കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പറയിച്ചതാണ്. എടുത്ത എന്താണ് ചെയ്തത്? അവൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ കേട്ടില്ല. ഈ കൊലകളൊക്കെ ചെയ്തത് ഞാനാ സാറേ. ഇതെൻ്റെ ആദ്യത്തെ കൊലയൊന്നുമല്ല. ഇതിന് മുമ്പേ ഞാൻ കൊറോണത്തിനെ കൊന്നിട്ടുണ്ട്. കൊന്ന എല്ലാണത്തിനെ ഞാൻ പള്ളിയുടെ സൈഡിൽ പുതച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ വന്നിട്ട് എന്നെ അങ്ങ് പൂട്ടാന്ന് വിചാരിച്ച. അവനെയും ഞാൻ പുതച്ചു. പിന്നെ ഇവന്മാർ 2 എണ്ണം ഇരന്ന് വാങ്ങിയ. സാറാ ഗണ്ണ് താഴെ ഇടും, അല്ലെങ്കിൽ സാറിനെ എനിക്ക് തീർക്കേണ്ടി വരും. ഓരോ കൊലകൾക്ക് പിന്നിലും ഓരോ നിഴലുകളുണ്ടാവും. നിഴലുകൾ മായുന്ന സമയം വരെ മാത്രമേ അതിന് ആയുസ്സുണ്ടാവൂ.